നമസ്കാരം, ഞാൻ കലാമണ്ഡലം ഷർമിള. ഇന്നിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരാശയാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. നമ്മളിപ്പോൾ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടേതായിട്ടുള്ളൊരു ശൈലി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ച കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മൾ മറ്റുള്ളവരുടെ പെർഫോമൻസുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മുടെ സ്വയം കണ്ടെത്തലുകളുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നാണ് ഒരു നല്ല പെർഫോമൻസ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എൻ്റെ പെർഫോമൻസിൽ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയല്ലേ. അപ്പം അത് തുള്ളൽ കല ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അഭ്യസിക്കുന്ന പ്രയോക്താക്കളിലേക്ക് കൂടി, പുതിയ തലമുറയിലേക്ക് കൂടി അത് എത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തുള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു സീരീസ് ആയിട്ട് ഇത് ചെയ്യാം എന്ന് കരുതുന്നു. പെട്ടെന്നുണ്ടായൊരു തീരുമാനമായതുകൊണ്ട് ഞാനിതിന് പേരൊന്നും ഇട്ടിട്ടില്ല ഈ ഒരു സീരീസിന്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളോട് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട് മലയാള ഭാഷയുടെ ആത്മാവ് ചോർന്നു പോവാതെ നമ്മുടെ ആശയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പേര് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിർദ്ദേശിക്കണം. അതിൽ നിന്നൊരു 3 പേരുകൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഒരു പേര് നമ്മൾ ഈ സീരീസിന് വേണ്ടിയിട്ടിടും. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പേരിന് ഉപാസന സെന്റർ ഫോർ തുള്ളൽ സ്റ്റഡീസിന്റെ വകയായിട്ട് ഒരു സ്നേഹ സമ്മാനം കൂടി ഉണ്ടായിരിക്കും എന്നുകൂടി പറയാണ്. അപ്പൊ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ എന്ന് പറയാം ഒരു കാര്യം. കലാമണ്ഡലത്തിലെ അല്ലെങ്കിൽ വാദ്യരംഗത്തെ ഗുരുവായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള കലാമണ്ഡലം ഉണ്ണികൃഷ്ണ ആശാനുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അത് വളരെ വലിയൊരു കാര്യമാണ്. തുള്ളൽ ആരംഭിക്കുന്ന സമയത്ത് പലപ്പോഴും അരങ്ങുതാളം തുടങ്ങുമ്പോൾ അതിനെ എപ്പോഴാണോ കലാകാരൻ പ്രയോക്താവ് തുടങ്ങുന്നത് അപ്പോ വാദ്യക്കാര് അതിനോട് ചേരുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു അനിശ്ചിതത്വം ഫീൽ ചെയ്യിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെ എനിക്ക് തോന്നി. ഗീതാനന്ദനാശാൻ ചെയ്തു വരാറുള്ളത്, ആശാൻ മൃദംഗത്തിൽ മോറ വായിക്കുമ്പോൾ കണ്ണമാഷോ ശിവദാസമാഷോ മൃദംഗത്തിൽ മോറ വായിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നണിക്ക് അഭിമുഖമായി നിന്ന് വന്ദനം ചെയ്ത് മോറ അവസാനിക്കുന്നതോടുകൂടി വേദിയുടെ നടുവിലെത്തിയിട്ടാണ് അരങ്ങുതാളം ആരംഭിക്കാറുള്ളത്. ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോഴാണ് അങ്ങനെ ചെയ്യാറുള്ളൂ. അധികവും ചെയ്യുന്നത് രംഗവന്ദനം ചെയ്ത ശേഷം പിന്നണി വന്നിച്ച ശേഷം ഒരു ആദ്യ താളത്തിന്റെ ഒരു 8 അക്ഷരകാലത്തിന്റെ ഉള്ളില് വേദിയുടെ നടുവിലെത്തുകയും 9ാമത്തെ അടുത്ത താളം തുടങ്ങുന്ന സമയത്ത് അരങ്ങുതാളം ആരംഭിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു അനിശ്ചിതത്വം ഉണ്ടാവാറില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പലപ്പോഴും അത് ഉണ്ടാവാറുണ്ട് എന്ന് ആശാൻ പറഞ്ഞു. നിന്റെ പെർഫോമൻസിൽ അത് കണ്ടിട്ടുണ്ട് എന്ന് ആശാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ ആദരവോടുകൂടി ആ ഒരു തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആശാൻ പറഞ്ഞ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ ഈ ഒരു അരങ്ങുമായി ബന്ധപ്പെട്ട പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്പുകളുടെ സീരീസിന്റെ ഒരു തുടക്കം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. മുൻപേ തന്നെ ഇങ്ങനെ ചെയ്യുന്നവര് അതിനൊരു കൃത്യമായിട്ടുള്ള കണക്കുണ്ടാക്കി അങ്ങനെ തുടങ്ങുന്നവർക്ക് ഇത് ബാധകമല്ല. അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നിർദ്ദേശം, ആശാന്റെ ഒരു നിർദ്ദേശമാണ്, ഇത് സ്വീകരിക്കാം. അതല്ല, ഇത് ആവശ്യമില്ലാത്ത ആളുകൾക്ക് ഇതൊരു സാധാരണ ഒരുപാട് വീഡിയോകളിൽ ഒന്നായിട്ട് ഇത് തള്ളിക്കളയാം. അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു ടിപ്പ്. അടുത്ത ദിവസം വേറൊരു ടിപ്പുമായിട്ട് വരാം. ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശൈലിയല്ലേ ഓരോരുത്തർക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളതൊരു വേറൊരു ശൈലിയെ നമ്മളൊരു മിസ്റ്റേക്കായിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ ചെയ്യുന്നത് ശരിയാണ്, അങ്ങനെ ഒരു രീതിയിൽ
കാണണ്ട, അങ്ങനെ കാണാൻ പാടില്ല നമ്മള്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എന്റെ ഒരു 26 വർഷത്തെ ഒരു പരിചയം, അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ സീരീസിന് പേര് നിർദ്ദേശിക്കാൻ ആരും മറക്കരുത്. നല്ലൊരു പേര് നമ്മുടെ ഈ ഒരു സീരീസിനായിട്ട് നിർദ്ദേശിക്കണം. എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.